തിരുവനന്തപുരത്ത് മഴ എങ്ങനെയുണ്ട്? ശക്തമായ മഴ രാത്രിയിലൊക്കെ ഉണ്ടായിരുന്നു, തുടർന്ന് കാറ്റ് ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാവുന്നു. എന്താണ് നിലവിൽ അവസ്ഥ? മഴയുണ്ടായിരുന്നു, ഇന്നലേക്ക് നല്ല മഴയായിരുന്നു. പക്ഷെ ഒരു അതിശക്തമായ മഴയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മഴ തുടർച്ചയായി ചാറ്റൽ മഴയായി പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മഴ ഒരല്പം മാറിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി മാറിയെന്ന് പറയാൻ പറ്റില്ല. വരും മണിക്കൂറുകൾ ചിലപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴ പെയ്തേക്കാം. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് അലർട്ടുകളൊന്നും തന്നെ നൽകിയിട്ടില്ല. തെക്കൻ കേരളത്തിൽ പൊതുവെ അലർട്ടില്ല. പക്ഷേ എങ്കിലും വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ശംഖുമുഖത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ഈ തീരപ്രദേശത്തൊക്കെ കൃത്യമായ ജാഗ്രത വേണമെന്ന അറിയിപ്പുണ്ട്. കാരണം തിരമാലയൊക്കെ 3 മീറ്റർ ഉയരത്തിലൊക്കെ തിരമാല വീശിയടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അറിയിപ്പുള്ളത് കൊണ്ട് തന്നെ തീരദേശത്ത് താമസിക്കുന്നവരൊക്കെ ജാഗ്രത കൃത്യമായി പാലിക്കണമെന്നുള്ള അറിയിപ്പുണ്ട്. പ്രധാനമായി ഈ മഴയ്ക്ക് കാരണം പടിഞ്ഞാറൻ കാറ്റാണ്. അപ്പോൾ കാറ്റിൻ്റെ ശക്തി വളരെ കൂടുതലായിരിക്കുമെന്ന് പറയുന്നുണ്ട്. കാറ്റ് കൂടുതൽ സജീവമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കർക്കിടകം ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടലൊക്കെ കൂടുതൽ കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ളൊരു അറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തീരദേശത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ രാത്രി പെയ്ത മഴ ആണ്. പക്ഷേ ഒരു അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മഴക്കെടുതികളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മഴയുടെ ശക്തി കൂടുകയാണെങ്കിൽ പലയിടത്തും ജാഗ്രത വേണമെന്നുള്ള അറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല, ഈ ഓടകൾ നിറഞ്ഞു കവിഞ്ഞ് റോഡിലൂടെ ഒഴുകിയുള്ളൊരു ഗതാഗതത്തിലുള്ള പ്രശ്നങ്ങളും കാൽനട യാത്രക്കാർക്ക് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ആ തരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. പ്രധാനമായും ഈ മഴ ഈ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ ശക്തിയായി പെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും, നഗരത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടും. പക്ഷേ മഴ അങ്ങ് തോർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് വെള്ളം അങ്ങ് ഒഴുകി പോകാറാണ് പതിവ്. പക്ഷേ ഇന്നലത്തെ രാത്രിയിലത്തെ മഴയോ പിന്നെ പുലർച്ചെ ഉണ്ടായിരുന്ന മഴയിലൊന്നും ഇതുവരെ അങ്ങനെ വെള്ളക്കെട്ടോ മറ്റോ ഒന്നും രൂപപ്പെട്ടിട്ടില്ല. ശരി, TS ഹരീഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. ഏതായാലും 3 മീറ്റർ വരെ തിരമാലകൾ ഉയരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് അക്കാര്യം തീരത്തുള്ളവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.